Hello friends, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ലവ്. ഞാൻ നിമ്മിയനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 4 മണിക്കൊക്കെ നമ്മൾ അവൽ നനച്ചിട്ട് കഴിക്കാറുണ്ടല്ലേ? അതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതൊരു വേറിട്ട രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് വെള്ളയവലോ അല്ലെങ്കിൽ മട്ടയവലോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മട്ടയവലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കുറച്ച് വൈറ്റ് കളറിലാണ് അത് കാണുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 കപ്പ് അവലിന് ഏകദേശം ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ശർക്കരയാണ്. അത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ആദ്യം ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി നമ്മളിത് കൈകൊണ്ട് നല്ലതായിട്ട് തിരുമ്മിയെടുക്കണം. കൈകൊണ്ട് തിരുമുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ലതായിട്ട് ഞെരിടണം. അപ്പോഴാണ് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും അവലും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആകുള്ളൂ. നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ഞെരിടി അതിനൊരു മയപ്പെടുത്തിയിട്ട് വേണം സ്വല്പം വെള്ളം തളിക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി മാറി വരുന്നുണ്ടല്ലേ? നേരത്തെ കിടന്നതിലും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവലിൻ്റെ കളറും ഒക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും അവലും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായി ഇതുപോലെ അതിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറി വരാൻ തുടങ്ങും. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കാണും, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ അവൽ ഒന്നും കൂടെ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഈ വെള്ളം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ല മയമാകും. ഒട്ടും തന്നെ കുഴഞ്ഞും പോകത്തില്ല. നല്ല മയത്തിൽ നമുക്ക് അവൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ ഇതുപോലെ എടുക്കുമ്പോൾ അവലെല്ലാം വേറിട്ടാണ് കിടക്കുന്നത്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു പരുവാണ് നമ്മുടെ അവൽ നനയ്ക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മധുരമൊക്കെ ഒന്ന് നോക്കുക. ഞാൻ മധുരം നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഈ അവൽ നനച്ചതിൽ ചേർക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 3 ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്ര എമൗണ്ട് അവലെടുക്കുന്നോ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് ഞാനൊരു 6-7 കാഷ്യൂ നട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ടും ഏകദേശം പകുതി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഡ്രൈ ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നെയ്യ് കിടന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇനി ചേർക്കുന്നത് കറി ലീവ്സാണ്. കറി ലീവ്സ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ഞാൻ ഏകദേശം ഇത്രയും കറി ലീവ്സാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നെയ്യ് കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഇപ്പം ഇതെല്ലാം കറക്റ്റ് പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ അവൽ നനച്ചതില്ലേ, അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ആദ്യം ഇത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സെയിം ടൈമിൽ തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് ഇളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടും. അതിനുശേഷം കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെരിടുക. ഇതുപോലെ നമ്മുടെ അവൽ നനച്ചൊന്ന് ഞെരിടി എടുക്കുക. ആ സമയത്ത് നമ്മുടെ കറി ലീവ്സ് ഒക്കെ ഇല്ലേ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ആ നെയ്യുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളിയാണ് ഈ അവൽ നനച്ചത് കഴിക്കാനായിട്ട്. ഇതൊരു വെറൈറ്റി അവൽ നനച്ചതല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ.
ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പറാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ പഴത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്.